ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉണ്ടാക്കുന്നത് ഓവനും ചീസൊന്നും ആവശ്യമില്ലാത്തൊരു പിസ്സയാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം മൈദ മാവ് എടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇതൊരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ 1.5 ടീസ്പൂണ് പഞ്ചസാരയും ഈസ്റ്റും കൂടി കലക്കിയതാണ്. ഒരു ലൈറ്റ് ചൂടുള്ള പാല്, നമുക്ക് ചൂടുണ്ടോ എന്ന് നോക്കണം. അത്രയും ചൂടുള്ളത് വേണം എടുക്കാൻ. ചൂട് കൂടിയാൽ ഈസ്റ്റ് പൊന്തില്ല. ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഉപ്പ് ചേർക്കാം, നന്നായി കുഴയ്ക്കാം. പിന്നെ ഇതിൽ പാല് ചേർക്കണം. പാലിന് പകരം വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പാലാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം ഏതാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അത് ഈസ്റ്റ് പൊന്താൻ വയ്ക്കാനും വെള്ളമോ പാലോ ചേർക്കാം കേട്ടോ. അത് നന്നായി കുഴയ്ക്കാം. എത്രത്തോളം നന്നായി കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ പിസ്സ നല്ല സോഫ്റ്റ് ഉണ്ടാകും. അത്ര ശക്തി എടുത്തിട്ട് കുഴക്കണം കേട്ടോ. കുറച്ച് സമയം കുഴച്ചിട്ടുണ്ട്. 5-10 മിനിറ്റ് നന്നായി കുഴച്ചുകൊണ്ടേ ഇരിക്കുക. ഇടിച്ചിങ്ങനെ കണ്ടില്ലേ, കയ്യിൻ്റെ പിൻവശം കൊണ്ട് നന്നായി ഇടിച്ച് കുഴയ്ക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഒന്നില്ലെങ്കിൽ വെണ്ണ ഇടാം, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അതെടുത്തിട്ട് ഒന്നും കൂടി നന്നായി കുഴയ്ക്കുക. നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ച് കൊടുക്കുക. വല്ലാണ്ട് വെള്ളവും പാടില്ല, വല്ലാണ്ട് കട്ടിയും പാടില്ല കേട്ടോ. ഒരു മീഡിയം ഇതിലാണ് കുഴക്കേണ്ടത്. അതില്ല, ഇതിൽ അധികം വെള്ളമില്ല, അധികം കട്ടിയില്ല. ചപ്പാത്തിമാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ട് കുഴക്കണം. എന്നാലാണ് അതൊരു സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. ഒരുവിധം കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് പൊന്താൻ വയ്ക്കുകയാണ്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. ആദ്യം ഉണ്ടാക്കുന്നത് വൈറ്റ് സോസാണ്. ഒരു പാനിലേക്ക് ബട്ടർ ഇടാം. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ഉരുക്കുക. ഉരുകിയ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ വേഗമാവും. ഇതൊന്ന് ഇത്തിരി പുറത്ത് കുറച്ച് വെച്ചത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവാൻ ബുദ്ധിമുട്ട്. അല്ലേ, അതൊന്ന് ഉരുകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉരുക്കി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് മൈദയാണ്. എത്ര ബട്ടർ എടുത്തോ അത്ര അളവിൽ തന്നെ മൈദ എടുക്കുക. എന്നിട്ട് ഈ മൈദേനെ നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ മൈദയുടെ പച്ചമണം പോകണം. എന്നിട്ട് ഒരു നല്ലൊരു മണം വരും. കളറ് മാറരുത് കേട്ടോ, കരിയാനും പാടില്ല. അത്രയും സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എത്രത്തോളം സിമ്മിലിടാൻ പറ്റും അത്രത്തോളം ഇടണം. കാരണം മൈദ കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. മൈദ കരിയരുത്. ആ ഒരു കളറ് മാറുക വേണ്ട, കുറച്ചൊന്ന് നല്ല മണം വന്നാണ്. അത് കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഒരു 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിനകത്ത് 3/4 കപ്പോളം പാലെടുക്കാം. ഇനി ഇളക്കി കൊടുക്കുമ്പോൾ കട്ട വന്നെന്ന് തോന്നുകയാണെങ്കിലും കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് പാലൊഴിച്ചിട്ട്, അല്ലെങ്കിൽ കട്ടയാവും. ഇനി അങ്ങനെ ആയി എന്ന് വെച്ചാലും പേടിക്കൊന്നും വേണ്ട. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനത് കുറുകി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇല്ലേ, ഒരു ക്രീമി ഇങ്ങനത്തെ ഒരു പരുവാകുമ്പോൾ ഈ ഓഫ് ചെയ്യുക. ഇരുന്നൊന്നും കൂടി കുറുക്കും. നല്ലോണം കുറുക്കിയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടയായി പോവും. അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളമുള്ള പത്രത്തിൽ ഓഫ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് ഓഫ് ചെയ്ത വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി അല്ലാതെ മുരിയേണ്ട ആവശ്യമില്ല. ഒരുവിധം വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത സബോള വേണം. എത്രത്തോളം ചെറുതായി വെളുത്തുള്ളിയും സബോളയും അരിയാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഇനി ഇത് അരിയാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുടാം. എനിക്കിഷ്ടം ഇങ്ങനെ എന്താണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തിട്ടേക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് ബ്രൗൺ നിറമാവണ വരെയല്ല, ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവണ വരെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ. ട്രാൻസ്പെറൻറ്റ് കളറാവുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിനെ നല്ലോണം വഴറ്റുക. ആ എണ്ണയിൽ ഇടുന്ന് ഒന്ന് നന്നായി വഴണ്ട് കിട്ടണം. അല്ലല്ലേ, വഴണ്ട് ഒരുവിധം വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് അതിനെ വേവിക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് വരും. നല്ല പോലെ വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ചാൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് അതിനെ നല്ലപോലെ വേവിക്കാം. ഇനി ഇപ്പോൾ നല്ലപോലെ അത് ഇതായിട്ടുണ്ട്. ഉടയ്ക്കാൻ പറ്റുന്ന പോലെ ഉടഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. അതിനൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇതിൽ
ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടായി പോയിട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എനിക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താട്ടോ. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേൾക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഞാൻ ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇടാം. കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതവിടെ മിസ്സായി പോയി. അതും കൂടി ഇടാം ഒരു ലേശം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇഷ്ടം കുറച്ചൊരു മധുരമുള്ള ഒരു സോസാണ്. കുറച്ച് ഇത് സീസണിങ് ഇട്ട് കൊടുക്കുക. പിസ്സ സീസണിങ്, മിക്സ്ഡ് ഹെർബ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒറിഗാനോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പിസ്സയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള കാരണം ഞാനതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഇതായി. ഇങ്ങനത്തെ എല്ലാം നിങ്ങൾക്കൊരു ശരിക്കും സോസിൻ്റെ ഒരു ക്രീമിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ആ സബോളേനെയും തക്കാളിനെയും വേവിച്ച് അരച്ചിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് കുഴയ്ക്കുക. ഒന്നും കൂടി സോഫ്റ്റ് ആക്കിയെടുക്കുക. ഉണ്ടല്ലേ ഇപ്പോൾ സോഫ്റ്റായി. ഇനി ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് ഇതിനൊന്ന് പരത്തി കൊടുക്കുക. അതിനാദ്യം കുറച്ച് ബട്ടർ വരട്ടുക, ഒട്ടാണ്ടിരിക്കാനാണ്. ആ ബട്ടർ വരട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഇത്തിരി മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പാനാണ് കേക്കിൻ്റെ, അതിലാണ് ഞാൻ ചെയ്യണത്. ഇതുപോലെ തന്നെയാണ് ഓവനിൽ വെക്കാനും ചെയ്യുക. ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ മാവ് ഇട്ടിട്ട് ഒന്നുമില്ലെങ്കിൽ ചപ്പാത്തി പലകയിലിട്ടിട്ട് പരത്തിയിട്ട് മാവിനെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിടാം. അപ്പോൾ നമുക്ക് എല്ലാ വശം ഒരേപോലെ ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഈ അവരൊക്കെ ചെയ്യുക, പിസ്സ ഉണ്ടാക്കുന്നവരൊക്കെ ചെയ്യുക, കുറച്ച് ചോളപ്പൊടി ഇട്ടിട്ടാണ് അവർ പരത്തിയെടുക്കുക. ഒരു ക്രിസ്പിനെസ് കിട്ടും താഴെയൊക്കെ. അപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. മൈദ തൂവിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. കൈ കൊണ്ട് പരത്തുമ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പല പോലെ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ പരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരേപോലെ ആക്കിയിട്ട് എടുക്കാമല്ലോ നമുക്ക്. ഒരുവിധം എല്ലായിടത്തേക്കും ഇതിനനുസരിച്ച് പറ്റുന്നുണ്ട്. ചപ്പാത്തി പലകയുടെ മുകളിലിട്ട് പരത്താണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ വരും കേട്ടോ. ഈ കൈ കൊണ്ട് പരത്താനേക്കാട്ട് എനിക്ക് തോന്നിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ സൗകര്യം അതുപോലെ ചെയ്യാം. ഇങ്ങനെയല്ല ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഐഡിയകളോ അതിനനുസരിച്ച് ചെയ്യും. ഇനി ഒരു ഓർക്ക അല്ലെങ്കിൽ ഒരു പപ്പടത്തിൻ്റെ പോലെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അതിങ്ങനെ പൊന്തി നിൽക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ പൊന്തി നിന്നൊരു സുഖം ഉണ്ടാവില്ലല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരന്ന പോലെയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. നന്നായിട്ട് കുത്തി കൊടുക്കുക. ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് പരത്തി കൊടുത്തോ സൈഡൊക്കെ. കനം അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ചൂട് നോക്കാനും അതിൻ്റെ സമയം നോക്കാനും കേട്ടോ. എനിക്കെടുത്ത സമയമാണ് പറയണത്. ചിലപ്പോൾ നിങ്ങൾ കനം കുറച്ച് പരത്തിയെങ്കിൽ ഇതിനും കുറവ് സമയം മതിയാവും. ഇനി കനം കൂട്ടിയിട്ടാണ് പരത്തണമെന്ന് വെച്ചാൽ ഇതിനും കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ. പിന്നെ ഇങ്ങനെ കുത്തിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് പാനിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് വെച്ചു. തീയിൽ ഒന്ന് ആ ബേസ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മുകളിൽ നമ്മൾ സോസൊക്കെ ഇടുമ്പോൾ ആ ബേസിൻ്റെ മുകൾ വശം വേവില്ല, ബാക്കിയുള്ള വശമൊക്കെ വേവും. അപ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. അവിടെ വേവാത്ത ഭാഗം കടിക്കേണ്ടി വരും. അതില്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഓവനിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ ആ വെന്ത അടിവശം ഉണ്ടല്ലോ അത് തിരിച്ചിടുക പാനിൻ്റെ. അതായത് വെന്ത വശം മുകളിൽ വരണം, അടിവശം മുകളിൽ വരണം. വേവാത്ത വശം മുൾഭാഗം അത്ര വെന്തുണ്ടാവില്ല, ആ വശം താഴത്തേക്ക് പോകണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ സോസ് പരത്തി കൊടുക്കുക. സോസ് വേണമെങ്കിൽ കുറച്ചൊക്കെ അളവ് കൂട്ടി ഉണ്ടാക്കാട്ടോ. ഇതിനെക്കാട്ടും നന്നായി ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊരു നോർമലായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. നന്നായി എല്ലാ വശത്തേക്കും പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ വൈറ്റ് സോസിനെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ പാകം അനുസരിച്ചിട്ട് അതിൻ്റെയും അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
ഇനി കുറച്ച് മതി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുണ്ടാക്കാം, കുറേ വേണം തോന്നുകയാണെങ്കിൽ വെജിറ്റബിൾസ് കുറേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പച്ചക്കറികൾ ഇടാം. ഞാൻ ക്യാപ്സിക്കും സബോളയും ഒരു തക്കാളിയാണ് ഇട്ടത്. പിന്നെ എൻ്റെ കയ്യിൽ ഒത്തിരി പനീർ ഇന്നായിരുന്നു, അതിനൊന്ന് വെറുതെ മസാല പറ്റി ശാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാനിട്ടു. അതൊന്നും ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ഇത് മാത്രമായാലും പച്ചക്കറികൾ നമ്മുടെ വീട്ടിലുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പവും വരില്ല. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റുള്ള പിസ്സ ഉണ്ടാക്കാം. അതിനൊന്ന് അമർത്തി കൊടുക്കണേ, എന്നാൽ മാത്രമാണ് അതൊന്ന് അവിടെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് വിട്ടുപോരും. കഴിഞ്ഞിട്ട് ഞാൻ 10-12 മിനിറ്റ് അത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. നല്ല സിമ്മിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. ഇത് കഴിയുമ്പോൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും മിക്സ്ഡ് ഹെർബ്സും ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ, ഓള് എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.